അപ്പോൾ ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞാണ്, അല്ലാതെ നിങ്ങളുടെ അതിരുമാന്തര ശത്രുക്കളല്ല, ആത്മീയ ശത്രുക്കൾ. നമ്മളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം എടുത്തു കളയുന്ന ശത്രുക്കൾ എവിടെയായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന്, നിങ്ങളുടെ രക്തബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ രക്ഷത്തിലോ അവരുടെ നിങ്ങൾ പങ്കുചേരാകുമ്പോൾ പറയും, ഓ ഇവളിപ്പോൾ വേദം കൂടിയെന്നാണ് തോന്നുന്നത്, ഇവളിപ്പോൾ പുണ്യാളത്തിയായി, എന്നാൽ ഒരു രൂപക്കൂട് പണിയട്ടെ എന്ന് ചോദിക്കും. അതാ സംഭവം. നമ്മളോട് മുഖത്ത് നോക്കി, ഓ ഇനിയിപ്പോൾ രൂപക്കൂട് പണിയേണ്ടി വരും. ഇപ്പോൾ നീയല്ലേ പ്രാർത്ഥനക്കാരൻ, നീ പറ, എന്നാ കേൾക്കാവില്ല നമുക്ക്. എന്തെങ്കിലും കൊണ്ട് കുടുക്കിലാക്കിച്ചും പറയും, നീയല്ലേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരത്തി, നീ പറയുമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പെരിച്ചാഴികളെ നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആധ്യാത്മികമായിട്ട് തകർക്കണതോ അല്ലെങ്കിൽ നിങ്ങളെ ഒതുക്കണതോ ആയിട്ടുള്ള ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും, നമ്മുടെ ഓൺ ഫാമിലി തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ആരും ആയിക്കോട്ടെ.